ദിശ PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇ ഗവേണൻസിനെ പറ്റിയാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ഇ ഗവേണൻസ് ആണ്. എന്താണ് ഇ ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ PSC പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽസ് അതുപോലെ തന്നെ +2 ലെവൽ പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇ ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ്. നോക്കാം, എന്താണ് ഇ ഗവേണൻസ് എന്ന് ചോദിച്ചാൽ, ഭരണ നവീകരണത്തിനായി വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെയാണ് നമ്മൾ ഇ ഗവേണൻസ് എന്ന പദ്ധതിയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നമ്മൾ ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന് വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണം നല്ല രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന സംവിധാനമാണ് ഇ ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഇ ഗവേണൻസ് ആരംഭിച്ചത് 2006 മെയ് 18-നാണ്. ഇന്ത്യയിൽ എന്ന് മുതലാണ് ഇ ഗവേണൻസ് പദ്ധതി ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2006 മെയ് 18 മുതലാണ് ഇ ഗവേണൻസ് എവിടെ ആരംഭിക്കുന്നത്? ഇന്ത്യയിൽ 2006 മെയ് 18 മുതൽ. ഇനി ഈ 2006 മെയ് 18-നാണ് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 2006 മെയ് 18-നാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ത് പാസ്സാക്കുന്നത് അല്ലെങ്കിൽ എന്ത് പ്ലാൻ പ്രസിദ്ധീകരിക്കുന്നത്? നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. ഈ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ വന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ എന്ത് ആരംഭിക്കുന്നത്? ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു പദ്ധതി ആരംഭിക്കുന്നതും 2006 മെയ് 18 മുതലാണ്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ ഗവേണൻസ് എന്താണെന്നാണ്. ഇപ്പൊ സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടു കൂടി നമ്മുടെ ഭരണരംഗത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇ ഗവേണൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യയിൽ ഇ ഗവേണൻസ് ആരംഭിക്കുന്നത് 2006 മെയ് 18 മുതലാണ്. അതേ ഡേറ്റിൽ തന്നെ 2006 മെയ് 18 തന്നെയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്ത് പ്ലാൻ പ്രസിദ്ധീകരിക്കുന്നത്? ഇ ഗവേണൻസ് പ്ലാൻ പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, എന്നാൽ IT പോളിസി എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് IT പോളിസി, ഇൻഫർമേഷൻ ടെക്നോളജി പോളിസി ഇറക്കിയത് 2012-ലാണ്. തിരിഞ്ഞു പോകരുത്. ഇ ഗവേണൻസ് പ്ലാൻ ആണെങ്കിൽ ഇ ഗവേണൻസ് പ്ലാൻ പ്രഖ്യാപിച്ചതാണ് 2006 മെയ് 18 അല്ലെങ്കിൽ അതിനുശേഷം 2012-ലാണ് IT പോളിസി. താരതമ്യേന നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യത ഉള്ള ഏകദേശം ഒരേ ഐഡിയ ഉള്ള രണ്ട് പദ്ധതികളാണ്. ഒന്ന് ഇ ഗവേണൻസ് പ്ലാനും മറ്റേത് IT പോളിസിയും. രണ്ട് ഡേറ്റ് ആണ്. ആദ്യം വന്നത് ഇ ഗവേണൻസിന്റെ പ്ലാനും അതിനുശേഷമാണ് IT പോളിസി വന്നത്. ഇ ഗവേണൻസ് പ്ലാൻ 2006-ലെങ്കിൽ ദേശീയ IT പോളിസി നിലവിൽ വന്നത് 2012-ലാണ്. ഇതുപോലെ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആക്ട് ആണ് IT ആക്ട്. നമ്മൾ 2012-ൽ വന്നത് IT പോളിസിയാണ്. 2012-ൽ നിലവിൽ വന്നത് IT പോളിസി ആണെങ്കിൽ IT ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 2000-ൽ IT ആക്ട് വന്നു, 2006-ൽ നമ്മുടെ ഇ ഗവേണൻസ് പ്ലാൻ വന്നു, 2012-ൽ എന്ത് നിലവിൽ വരുന്നു? IT പോളിസി നിലവിൽ വരുന്നു. തിരിഞ്ഞു പോകരുത്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇ ഗവേണൻസ് ആണ്. വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഭരണരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. 2006 മെയ് 18-നാണ് ഇ ഗവേണൻസ് ആരംഭിച്ചത്. അന്ന് തന്നെയാണ് ഇ ഗവേണൻസ് പ്ലാൻ പ്രഖ്യാപിച്ചതും. എന്നാൽ IT പോളിസി ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? IT പോളിസി 2012-ലാണ്. IT ആക്ട് 2000-ലും. ഓക്കെ ആണല്ലോ. ഇനി ഗവൺമെന്റ് വകുപ്പുകളിൽ ICT അഥവാ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൊണ്ടുവരാൻ കാരണമായത് ഇ ഗവേണൻസ് ആണ്. അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT എന്ന് പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ICT എന്ന് പറയുന്നത്. ICT അഥവാ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് വകുപ്പുകളിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT-യെ പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ ICT കൊണ്ടുവരാൻ കാരണമായത് ഇ ഗവേണൻസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ICT-യുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയണം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കേന്ദ്ര സർക്കാരിന്റെയും നമ്മുടെ ഇന്ത്യയിലെ ഭരണരംഗത്ത് ICT കൊണ്ടുവരാൻ കാരണമായത് ഏത് പ്ലാനാണ്? ഇ ഗവേണൻസ് പ്ലാനാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഇ ഗവേണൻസിനെ നമുക്ക് 4 ടൈപ്സ് ആയിട്ട് തിരിക്കാം. ഇ ഗവേണൻസിനെ 4 കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ 4 ടൈപ്സ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തതാണ് G2G. എന്താണ് G2G? എന്താണ് G2G-യുടെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ്. എന്താണ്? ഗവൺമെന്റ് ടു ഗവൺമെന്റിന്റെ ഷോർട്ട് ഫോം ആണ് G2G. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്.
രണ്ടാമത്തെ ടൈപ്പ് ഇ ഗവേണൻസ് ആണ് G2C. എന്താണ് G2C എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ G എല്ലായിടത്തും ഗവൺമെന്റ് ആണ്. G2C എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു സിറ്റിസൺ ആണ്. എന്താണ്? ഗവൺമെന്റ് ടു സിറ്റിസൺ ആണ് G2C. ഇപ്പൊ ആദ്യത്തെ ഏതാണ്? G2G എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണ്. G2C എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ടു സിറ്റിസൺ ആണ്. G2B ആണ് അടുത്തത്. G2B ഗവൺമെന്റ് ടു ബിസിനസ് ആണ്. എന്താണ്? ഗവൺമെന്റ് ടു ബിസിനസ് ആണ് G2B. ലാസ്റ്റ് ടൈപ്പ് ആണ് G2E. എന്താണ് G2E എന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ടു എംപ്ലോയി ആണ്. എന്താണ് G2E? ഗവൺമെന്റ് ടു എംപ്ലോയി. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ഗവേണൻസിനെ 4 ടൈപ്പ് ആയിട്ട് തിരിച്ചു. ഒന്ന് G2G, 2 G2C, 3 G2B, 4 ചോദിച്ചു കഴിഞ്ഞാൽ G2E ആണ്. ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. G2G എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ആണ്. G2C എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു സിറ്റിസൺ ആണ്. G2B എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു ബിസിനസ് ആണ്. G2E എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു എംപ്ലോയി ആണ്. ഈ 4 ടൈപ്പും എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആദ്യത്തെ ടൈപ്പാണ് G2G അഥവാ ഗവൺമെന്റ് ടു ഗവൺമെന്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് G2G ഇ ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനും ഇടയ്ക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പൊ അതിന് നമ്മുടെ എന്ത് ഉപയോഗിക്കണം? സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇ ഗവേണൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? G2G. ഒരു സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിൽ നിന്ന് മറ്റൊരു ഗവൺമെന്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഗവൺമെന്റ് വകുപ്പുകൾക്കിടയിലുള്ള ഇന്ററാക്ഷനും എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്? G2G ആണ്. അപ്പൊ ഗവൺമെന്റുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനും ഒരു ഗവൺമെന്റിനകത്തുള്ള 2 വകുപ്പുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനും G2G സംവിധാനത്തിലൂടെയാണ്. അടുത്ത പോയിന്റ്, പദ്ധതികളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. അതായത് ഒരു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പൊതുവായിട്ടുള്ള ഒരു പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളും ഉപഭോക്താക്കളായിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടന്നിരിക്കണം. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആ ഒരു പദ്ധതി ലാഗ് ആവുന്നതിന് കാരണം. അപ്പം വളരെ സ്പീഡിന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിലേക്ക് ആ പദ്ധതിയുടെ എല്ലാ രൂപരേഖകളും കൈമാറാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗത കൂടും. പദ്ധതികൾ നടപ്പാക്കുന്നതിന് എന്ത് കൂടാൻ സാധിക്കും? വേഗത കൂട്ടാൻ സാധിക്കും. അപ്പൊ G2G സംവിധാനത്തിലൂടെ ഒരു ഗവൺമെന്റിൽ നിന്ന് മറ്റൊരു ഗവൺമെന്റിലേക്ക് വിവരങ്ങൾ കൈമാറുന്നു. സ്പീഡിന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൈമാറുന്നതോടുകൂടി എന്ത് വർദ്ധിക്കുന്നു? പദ്ധതികളുടെ വേഗത വർദ്ധിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ G2Gയുടെ പ്രത്യേകതകളാണ് പറഞ്ഞത്. ഗവൺമെന്റിൽ നിന്ന് ഗവൺമെന്റിലേക്ക് ഇന്ററാക്ഷൻ നടത്തുന്നു. ഒരു ഗവൺമെന്റിനകത്ത് തന്നെയുള്ള വ്യത്യസ്ത വകുപ്പുകൾക്കിടയിലുള്ള ഇന്ററാക്ഷനും G2G ആണ്. ഈ ഇന്ററാക്ഷൻ മുഖേന എന്ത് വർദ്ധിക്കുന്നുണ്ട്? പദ്ധതികളുടെ വേഗത വർദ്ധിക്കുന്നു. ഇതാണ് ഫസ്റ്റ് കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയാണ് G2C. എന്താണ് G2C എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ടു സിറ്റിസൺ ആണ്. അതായത് ഗവൺമെന്റിൽ നിന്ന് ഒരു ഇന്ത്യൻ പൗരനിലേക്ക് എന്തെങ്കിലും ഒരു പദ്ധതിയുടെ വിവരം എത്തുന്നതിനായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഗവേണൻസ് പദ്ധതിയാണ് G2C. എന്താണ്? ഗവൺമെന്റിൽ നിന്ന് പൗരനിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റും ഇന്ത്യയിലെ ഒരു പൗരനുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഏത് പദ്ധതിയിലൂടെയാണ്? G2C എന്ന് പറയുന്ന ഈ ഗവേണൻസ് ടൈപ്പിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് G2B അഥവാ ഗവൺമെന്റ് ടു ബിസിനസ്. എന്തായിരിക്കും? പേരിനകത്ത് തന്നെ ഉണ്ട്. ഗവൺമെന്റിൽ നിന്ന് ബിസിനസ്സിലേക്ക്. അതായത് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് അനുവാദം നൽകണം. അപ്പൊ ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ നിയന്ത്രണവും എല്ലാം ഒരു പരിധി വരെ ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട്. അവരുടെ നിയമത്തിന് അനുസരിച്ച് മാത്രമാണ് നമ്മുടെ രാജ്യത്തെ ബിസിനസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ നയങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് രൂപീകരിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും നയങ്ങളും കൃത്യമായി എവിടെ എത്തിയിരിക്കണം? ആ ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തിയിൽ എത്തിയിരിക്കണം. അതിനൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ആ കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലാണ്? G2B എന്ന് പറയുന്ന ഈ ഗവേണൻസ് പദ്ധതി ടൈപ്പിലൂടെയാണ് ആ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അതായത് ഗവൺമെന്റിൽ നിന്ന് ബിസിനസ് മാനിലേക്കുള്ള ഒരു ഇന്ററാക്ഷൻ. ഇനി ഈ G2B പദ്ധതി നമ്മുടെ രാജ്യത്ത് റെഡ് ടാപ്പിസം കുറയ്ക്കുന്നു. എന്താണ് ഈ റെഡ് ടാപ്പിസം അല്ലെങ്കിൽ ചുവപ്പ് നാട നയം എന്ന് പറയാം? അതായത് ഒരു പദ്ധതി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ നൂലാമാലകളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ നിയമപരമായി കുറച്ച് നൂലാമാലകൾ നമ്മൾ കടന്നാൽ മാത്രമേ ആ ഒരു പദ്ധതി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അത് കുറേ കാലതാമസം പിടിക്കാറുണ്ട്. അതിനെയാണ് ഈ റെഡ് ടാപ്പിസം അല്ലെങ്കിൽ ചുവപ്പ് നാട നയം എന്ന് പറയും. അതായത് ഒരു പദ്ധതിയെ മാക്സിമം ഒരു ഗവൺമെന്റ് വകുപ്പ് എന്തെങ്കിലും അവര് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാലതാമസം പിടിക്കും.
അപ്പം അങ്ങനെ വരുമ്പോൾ അത് ആ പദ്ധതി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പാക്കുന്ന അതിൻ്റെ ഒരു കാലതാമസം പിടിക്കും. അപ്പോൾ ഈ G2B എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നത് ഈ റെഡ് ടാപ്പിസം അല്ലെങ്കിൽ ചുവപ്പ് നാടാ നയം അല്ലെങ്കിൽ അതിൻ്റെ ടൈം പരിധി കുറച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ആ ബിസിനസ് മാനിലേക്ക് ഗവൺമെന്റിൽ നിന്ന് എത്താൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് രേഖകൾ ആ വ്യക്തിക്ക് സമർപ്പിക്കാൻ സാധിച്ചു. ആ റെഡ് ടാപ്പിസത്തിന്റെ സമയം എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. അല്ലെങ്കിൽ റെഡ് ടാപ്പിസം നയം എന്ത് ചെയ്തു? കുറയ്ക്കാൻ G2Bക്ക് സാധിച്ചു. ഇനി സമയലാഭം നമ്മൾ പറഞ്ഞു, സമയം ലാഭിക്കാൻ സാധിക്കും, ചെലവ് കുറയ്ക്കാൻ സാധിച്ചു. പെട്ടെന്ന് ചെലവ് കുറയ്ക്കാം. നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ പോകണ്ട, അവിടെ നിന്ന് ഇവിടെ വരണ്ട, അങ്ങനെയുള്ള യാത്രാ ചെലവൊക്കെ പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. നമുക്ക് വിവരങ്ങൾ എന്ത് ചെയ്യും? G2B സംവിധാനത്തിലുള്ള കൃത്യമായിട്ട് ലഭ്യമാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ സാധനങ്ങൾ ആക്സസ് ചെയ്യാനും അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ ഒപ്പിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ചെലവ് കുറയ്ക്കാനും G2Bക്ക് സാധ്യമായി. ഓക്കെ ആണല്ലോ. ഇനി നാലാമത്തെ കാറ്റഗറിയാണ് G2E അല്ലെങ്കിൽ ഗവൺമെന്റ് ടു എംപ്ലോയി. എന്താണ് ഗവൺമെന്റ് ടു എംപ്ലോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് ഓരോ തൊഴിലാളികളിലേക്കും, ഓരോ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഓരോ തൊഴിലാളികളിലേക്കും എംപ്ലോയീസിലേക്കും വിവരങ്ങൾ എത്തിക്കുന്ന ഈ ഗവേണൻസ് പദ്ധതിയാണ് അല്ലെങ്കിൽ ടൈപ്പാണ് ഗവൺമെന്റ് ടു എംപ്ലോയി. ഇതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഗവേണൻസിന്റെ 4 ടൈപ്പ്. ഏതൊക്കെയായിരുന്നു? G2G ഉണ്ട്, G2C ഉണ്ട്, G2B ഉണ്ട്, G2E ഉണ്ട്. ഇനി ഇ ഗവേണൻസ് സാധ്യമാക്കുന്ന പ്രധാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം ഇ ഗവേണൻസ് എന്താണെന്ന് അറിയാം. ഭരണരംഗത്ത് സാങ്കേതിക വിദ്യ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ സാങ്കേതിക വിദ്യ കൊണ്ടുവരണമെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിൽ അങ്ങനെ കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കണം. അപ്പം ഇ ഗവേണൻസ് സാധ്യമാക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇ ഗവേണൻസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇലക്ട്രോണിക് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് നിലവിൽ വന്നിരുന്നു. 1970 ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നു. നമ്മുടെ രാജ്യത്ത് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1970 അന്ന് നമ്മൾ ഇ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ആശയം പോലും നമ്മുടെ മനസ്സിലില്ലായിരുന്നു. അന്ന് നമ്മുടെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടും ബാക്കിയുള്ള ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രാലയമായിരുന്നു ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ്. അത് നിലവിൽ വന്നത് 1970 ഇനി നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ അല്ലെങ്കിൽ NIC നിലവിൽ വന്നത്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ അടുത്തൊരു സ്ഥാപനമാണ്, ഇത് വകുപ്പാണ്, ഇതൊരു സ്ഥാപനമാണ്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ നിലവിൽ വന്നത് 1976 ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ നിലവിൽ വന്നത് എന്നാണ് 1976 ന്യൂഡൽഹിയിലാണ് നിലവിൽ വരുന്നത്. ഈ 76 വന്ന നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രോണിക്സ് വകുപ്പിന്റെ കീഴിലല്ല, ഇലക്ട്രോണിക്സ് വകുപ്പിനെ പിന്നെ പതുക്കെ എന്താക്കി മാറ്റിയായിരുന്നു? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാക്കി മാറ്റി. ആ മന്ത്രാലയം നിലവിൽ വന്നത് 2000 ഇപ്പൊ 70 നിലവിൽ വന്നത് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് എങ്കിൽ 2000 നിലവിൽ വന്ന വകുപ്പ് ഏതായിരുന്നു? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ്. ഈ 2000 നിലവിൽ വന്ന ഈ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഏത് സെന്റർ പ്രവർത്തിച്ചു വരുന്നത്? നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ പ്രവർത്തിച്ചു വരുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ 3 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇ ഗവേണൻസ് സാധ്യമാക്കുന്ന 2 വകുപ്പുകൾ പറഞ്ഞു, പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം പറഞ്ഞു. ആദ്യം വന്ന വകുപ്പ് 1970 ഇലക്ട്രോണിക്സ് വകുപ്പാണ്. ആ വകുപ്പ് 2000 എന്തായി മാറി? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പായിട്ട് മാറി. ഈ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെ കീഴിലാണ് ഏത് സ്ഥാപനം പ്രവർത്തിക്കുന്നത്? 1976 നിലവിൽ വന്ന നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ പ്രവർത്തിച്ചു വരുന്നത്. ഈ പറഞ്ഞ 3 സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ 2 വകുപ്പുകൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഈ പറഞ്ഞ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ സാങ്കേതിക വിദ്യ പങ്കാളിയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനങ്ങളാണ്. അതായത് സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്ത് പരിപാടി ചെയ്താലും എന്ത് പദ്ധതികൾ രൂപീകരിച്ചാലും അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളി ആരായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളായിരിക്കും. പ്രധാനപ്പെട്ട ധർമ്മം ഗവൺമെന്റിന്റെ സാങ്കേതിക വിദ്യയിലെ പങ്കാളിയാണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ. രണ്ടാമത്തെ ധർമ്മം ICT, അത് നമ്മൾ പറഞ്ഞായിരുന്നു, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞായിരുന്നു. ICT ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫോർ ഗവൺമെന്റ് ആണ്. അതായത് ഇന്ത്യയിലെ ICTയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടി ICT മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തുന്നത് ഏത് സ്ഥാപനങ്ങളാണ്? നമ്മൾ മേൽ പറഞ്ഞ സ്ഥാപനങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫോർ ICT നടത്തി വരുന്നത്. രണ്ടാമത്തെ ധർമ്മം. മൂന്നാമത്തെ ധർമ്മം ICTയിൽ ഗവൺമെന്റിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു.
ഗവൺമെന്റിന് കൃത്യമായിട്ട് ഈ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ കൃത്യമായിട്ട് എല്ലാ മേഖലകളിലും ഉപദേശം നൽകുന്നത് നമ്മൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ധർമ്മങ്ങളാണ് ചർച്ച ചെയ്തത്. ഗവൺമെന്റിന്റെ സാങ്കേതിക വിദ്യ പങ്കാളിയാണ്. ICT ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഈ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി ICTയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റിന് നൽകുന്ന എല്ലാ ഉപദേശങ്ങളും ഈ സ്ഥാപനങ്ങളാണ് നൽകി വരാറുള്ളത്. ഇ ഗവേണൻസ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഒന്നാണ് NIC അഥവാ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ. നമ്മൾ നിലവിൽ വന്ന എന്താണെന്നൊക്കെ ചർച്ച ചെയ്തായിരുന്നു. ഇനി ഇ ഗവേണൻസ് നടപ്പിലാക്കാൻ NIC അല്ലെങ്കിൽ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ കൊണ്ടുവന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിന്റെ പേരാണ് NIC നെറ്റ്. എന്താണ് NIC നെറ്റ് അല്ലെങ്കിൽ നിക് നെറ്റ് എന്ന് വിളിക്കും. NIC നെറ്റ് നമ്മുടെ രാജ്യത്ത് ഇ ഗവേണൻസ് നടപ്പിലാക്കാനായി NIC സ്ഥാപിച്ച ഒരു നെറ്റ്വർക്കാണ് നിക് നെറ്റ് അല്ലെങ്കിൽ NIC നെറ്റ്. NIC നെറ്റ് നിലവിൽ വന്നത് 1987ലാണ്. NIC നെറ്റ് എന്നാണ് വന്നത്? 1987ലാണ് NIC നെറ്റ് വന്നത്. 1976ലാണ് ആര് വന്നേ? നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ നിലവിൽ വന്നത് 1976ലാണ്. 76 വന്ന നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ 11 വർഷത്തിന് ശേഷം 1987 എന്ത് സ്ഥാപിച്ചു? ഒരു നെറ്റ്വർക്ക് സ്ഥാപിച്ചു. അതിന്റെ പേരാണ് നിക് നെറ്റ്. ഈ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത് പ്രോത്സാഹിപ്പിക്കുക? ഇന്ത്യയിൽ ഇ ഗവേണൻസ് നടപ്പിലാക്കുക എന്നതാണ്. എന്നാൽ ഈ 87 വന്ന ഈ നിക് നെറ്റ് അന്ന് ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ആസ്ഥാനത്തിൽ അല്ലെങ്കിൽ കേന്ദ്രം ആസ്ഥാനമായിട്ട് ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് ഒരൊറ്റ നിക് നെറ്റ്വർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് എല്ലാ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിലേക്കും വ്യാപിപ്പിച്ചത് 1990ലാണ്. അപ്പൊ നിക് നെറ്റ് നിലവിൽ വന്നത് 1987ലാണെങ്കിലും നിക് നെറ്റ് എല്ലാ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും വ്യാപിപ്പിച്ചതെന്നാണ് 1990ലാണ്. ഇനി രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷനാണ് ഇ ഗവേണൻസ് പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. നമ്മുടെ രാജ്യത്ത് ഇ ഗവേണൻസ് എന്ന് പറയുന്ന ആശയം ആദ്യം നിലവിൽ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചില്ലായിരുന്നു. എന്നാൽ ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷനാണ്. അപ്പോൾ ആരാണ് ഇ ഗവേണൻസ് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷനാണ് ഇ ഗവേണൻസിനെ കൂടുതലായിട്ട് എന്ത് ചെയ്തത്? പ്രോത്സാഹിപ്പിച്ചത്. ഓക്കെ ആണല്ലോ. 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇ ഗവേണൻസ് നടപ്പിലാക്കാൻ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന നെറ്റ്വർക്ക് NIC സ്ഥാപിച്ച നെറ്റ്വർക്കാണ് നിക് നെറ്റ്. നിക് നെറ്റ് നിലവിൽ വന്നത് 1987ലാണ്. നിക് നെറ്റ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചത് 1990ലാണ്. ഇനി ആരാണ് ഇ ഗവേണൻസിനെ പ്രോത്സാഹിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരായിരിക്കും? രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷനാണ് ഇ ഗവേണൻസ് കൂടുതൽ പ്രോത്സാഹനം നൽകിയത്. രണ്ടാം ഭരണ പരിഷ്കരണ കമ്മീഷനാണ്. നമ്മൾ ഈ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ IT ആക്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 2000 നിലവിൽ വന്ന IT ആക്ടിൽ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സെക്ഷൻസ് ആണ് 2000 IT ആക്ടിൽ ഇ ഗവേണൻസിനെ പറ്റി പ്രതിപാദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 4ഉം സെക്ഷൻ 4 മുതൽ 4 മുതൽ സെക്ഷൻ 4 മുതൽ സെക്ഷൻ 10A വരെ 10A വരെ. അപ്പൊ 4 മുതൽ സെക്ഷൻ 10A വരെ IT ആക്ട് 2000 4 മുതൽ സെക്ഷൻ 10A വരെയുള്ള എല്ലാ സെക്ഷൻസും ആരെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ഇ ഗവേണൻസിനെ പറ്റി പ്രതിപാദിക്കുന്നു. ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ടിലെ 3ാമത്തെ ചാപ്റ്ററിലാണ് 4 മുതൽ 10A വരെയുള്ള സെക്ഷൻസ് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇ ഗവേണൻസ് എന്ന് പറയുന്നത് IT ആക്ടിലെ 4ാമത്തെ സെക്ഷൻ മുതൽ 10A എന്ന് പറയുന്ന സെക്ഷൻ വരെയാണ് പ്രതിപാദിക്കുന്നത്. ഇത് 3ാമത്തെ ചാപ്റ്ററിലാണ്, ആക്ടിലെ 3ാമത്തെ ചാപ്റ്ററിലാണ് ഈ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇ ഗവേണൻസ് ശക്തിപ്പെടുത്താനായി 2015 ജൂലൈ 1 കേന്ദ്ര സർക്കാർ ആരംഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇ ഗവേണൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെട്ടു വന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് ഒരു ശക്തിപ്പെടുത്തൽ ആവശ്യമെന്ന് തോന്നി. 1ാം മോദി സർക്കാർ ഇ ഗവേണൻസിന്റെ സമയത്ത് ഇ ഗവേണൻസ് ശക്തിപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി നടപ്പിലാക്കിയത് 2015 ജൂലൈ 1 എന്നാണ്. 2015 ജൂലൈ 1 കേന്ദ്ര സർക്കാർ എന്ത് നടപ്പിലാക്കുന്നത്? ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത് തന്നെയാണ്? ഇ ഗവേണൻസ് ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇതിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ചെലവെന്ന് പറയുന്നത് ഏകദേശം 32,000 കോടി രൂപയാണ് ഡിജിറ്റൽ
ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിക്കായിട്ട് നീക്കിവെക്കപ്പെട്ടത്, മാറ്റിവെച്ചത്. അപ്പോൾ 32,000 കോടി രൂപ മുതൽ മുടക്കിയാണ് ഇ ഗവേണൻസ് ശക്തിപ്പെടുത്താൻ ഏത് പദ്ധതി കൊണ്ടുവന്നത്? ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ഡിജിറ്റൽ ഇന്ത്യ ആരംഭിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015 ജൂലൈ 1-നാണ്. ഈ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ചുമതലയുള്ള സ്ഥാപനം അല്ലെങ്കിൽ വകുപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ടെലികോം വകുപ്പിനാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയുടെ ചുമതല. നമ്മൾ പറഞ്ഞായിരുന്നു നാഷണൽ ഇ ഗവേണൻസ് പോളിസിയെ പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു. നാഷണൽ ഇ ഗവേണൻസ് പോളിസിന്റെ ഷോർട്ട് ഫോം ആണ് NEGP. നാഷണൽ ഇ ഗവേണൻസ് പോളിസി. നാഷണൽ ഇ ഗവേണൻസ് പോളിസി വന്നത് എന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു. 2006-ലാണ് നാഷണൽ ഇ ഗവേണൻസ് പോളിസി വരുന്നത്. ഈ നാഷണൽ ഇ ഗവേണൻസ് പോളിസി 2.0 എന്നറിയപ്പെടുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഇ ക്രാന്തി എന്ന പദ്ധതിയാണ്. അതായത് ഡിജിറ്റൽ ഇന്ത്യയുടെ 2015 ലോഞ്ച് ചെയ്ത, തൊട്ടു മുമ്പ് പറഞ്ഞ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ഒരു പദ്ധതിയാണ് ഇ ക്രാന്തി. ആ ഇ ക്രാന്തി എന്ന് പറയുന്ന പദ്ധതിയെ NEGP അല്ലെങ്കിൽ നാഷണൽ ഇ ഗവേണൻസ് പോളിസി 2.0 എന്നറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നാഷണൽ ഇ ഗവേണൻസ് പോളിസി 2.0 എന്നറിയപ്പെടുന്നത് എന്താണ്? ഇ ക്രാന്തിയാണ്. ഈ ക്രാന്തി ഏത് പദ്ധതിയുടെ ഭാഗമാണ്? ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമാണ്. ഡിജിറ്റൽ ഇന്ത്യ ആരംഭിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയണം, 2015 ജൂലൈ 1-നാണ് ഡിജിറ്റൽ ഇന്ത്യ ആരംഭിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് വന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇ ക്രാന്തി. ഈ ക്രാന്തി എന്ത് പേരിൽ അറിയപ്പെടുന്നു? NEGP 2.0. ഇനി ഡിജിറ്റൽ ഇന്ത്യയുടെ ആപ്തവാക്യം എന്താണ്? 2005 ജൂലൈ 1-ന് നിലവിൽ വന്ന ഡിജിറ്റൽ ഇന്ത്യയുടെ ആപ്തവാക്യമാണ് പവർ ടു എംപവർ. എന്താണ്? പവർ ടു എംപവർ. ഡിജിറ്റൽ ഇന്ത്യയുടെ ആപ്തവാക്യം എന്തായിരുന്നു? പവർ ടു എംപവർ ആണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 9 പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. 9 പില്ലേഴ്സ് ഏതൊക്കെയാണ്? ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് 2015 നിലവിൽ വന്ന ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. അതിന് 9 പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ഡിജിറ്റൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പില്ലർ ഏതാണ്? ബ്രോഡ്ബാൻഡ് വർദ്ധിപ്പിക്കുക. നമ്മുടെ രാജ്യത്തെ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ആദ്യത്തെ പില്ലർ. എന്ത് വർദ്ധിപ്പിക്കുക? ബ്രോഡ്ബാൻഡ് വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം പബ്ലിക് ഇന്റർനെറ്റ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുക. പബ്ലിക്കായിട്ട് പൊതുജനങ്ങൾക്കായിട്ടുള്ള ഇന്റർനെറ്റ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുക. അപ്പൊ ഒന്നാമത്തത് ബ്രോഡ്ബാൻഡ് വർദ്ധിപ്പിക്കുക, രണ്ടാമത്തത് പബ്ലിക് ഇന്റർനെറ്റ് സംവിധാനം വർദ്ധിപ്പിക്കുക, മൂന്നാമത്തത് യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ ഫോൺസ്. എന്താണ്? യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ ഫോൺ ആണ് അടുത്ത പില്ലർ. അപ്പൊ 3 പില്ലേഴ്സ് പറഞ്ഞു. ബ്രോഡ്ബാൻഡ് വർദ്ധിപ്പിക്കുക, പബ്ലിക് ഇന്റർനെറ്റ് സംവിധാനം വർദ്ധിപ്പിക്കുക, യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ ഫോൺ മൂന്നാമത്തെ പില്ലറാണ്. നാലാമത്തത് എല്ലാവർക്കും ഇൻഫർമേഷൻ. എന്താണ്? നാലാമത്തെ പ്രധാനപ്പെട്ട പില്ലർ എല്ലാവർക്കും ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അഞ്ചാമത്തത് IT ജോബ്സ്. IT മേഖലയിലെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുക. IT ജോബ്സ് ആണ് അഞ്ചാമത്തെ പില്ലേഴ്സ്. ആറാമത്തെ പില്ലർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുക. ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ ഗവേണൻസ് പദ്ധതി എന്ത് ചെയ്യണം? കൂടുതൽ ശക്തിപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഇലക്ട്രോണിക് ഡിവൈസിന്റെ ആവശ്യകത വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിട്ട് തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണം എന്ത് ചെയ്യുക? കൂട്ടുക. അതും എന്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അല്ലെങ്കിൽ പില്ലറായിരുന്നു? ഡിജിറ്റൽ ഇന്ത്യയുടെ. അടുത്ത പില്ലർ ഇ ഗവേണൻസ്. നമ്മൾ പറഞ്ഞു ഇ ഗവേണൻസ് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആരുടെ പ്രധാന ലക്ഷ്യം? ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലർ ഏതാണ്? ഇ ഗവേണൻസ് ആണ്. ഇനി എട്ടാമത്തത് ഇ ക്രാന്തി. നമ്മൾ പറഞ്ഞായിരുന്നു ഇ ക്രാന്തിയുടെ തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ചു. എന്താണ് ഇ ക്രാന്തി? നാഷണൽ ഇ ഗവേണൻസ് പോളിസി 2.0 NEGP 2.0 എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഏത്? ഇ ക്രാന്തി. ഇ ക്രാന്തി ഏതിന്റെ ഭാഗമാണ്? ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പില്ലറാണ്. അവസാനത്തതാണ് ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം. എന്താണ്? ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം. ഇത്രയും 9 പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആണ് ഏത് പദ്ധതിക്കുള്ളത്? ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് ഉള്ളത്. നമ്മൾ ഇന്ത്യയിലെ ഇ ഗവേണൻസിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ഇ ഗവേണൻസിലെ 4 ടൈപ്സ് ആണ് പറഞ്ഞത്. G2C എന്നും G2G, G2C, G2B, G2E
അങ്ങനെ 4 പ്രധാനപ്പെട്ട ടൈപ്പാണ് ചർച്ച ചെയ്തെങ്കിൽ ഇനി നമുക്ക് ഇ ഗവേണൻസിന്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. എത്ര ഭാഗങ്ങളുണ്ട് ഇ ഗവേണൻസിന്? 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് സ്റ്റേറ്റ് ഡേറ്റ സെന്റർ അഥവാ SDC ആണ്. ഒന്നാമത്തെ ഭാഗം ഏതാണ്? സ്റ്റേറ്റ് ഡേറ്റ സെന്റർ അഥവാ SDC. രണ്ടാമത്തെ ഭാഗമാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സ്വാൻ. എന്താണ്? സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ സ്വാൻ. മൂന്നാമത്തെ ഭാഗമാണ് കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ CSC. മൂന്നാമത്തെ ഭാഗം എന്താണ്? കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ CSC. ഈ 3 ഭാഗങ്ങൾ ചേർന്നാണ് നമ്മുടെ രാജ്യത്തെ ഇ ഗവേണൻസ് പൂർണ്ണ സജ്ജമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? മുമ്പ് പറഞ്ഞത് ടൈപ്സ് ആണ്. ഇത് പറയുന്നത് ഇ ഗവേണൻസിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ് ഡേറ്റ സെന്റർ അല്ലെങ്കിൽ CSDC എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് ഡേറ്റ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണ സൗകര്യാർത്ഥം ഡേറ്റ സംഭരിക്കുന്നതിനെയാണ്, സെന്ററിനെയാണ്, ആ ഭരണത്തിന്റെ സൗകര്യത്തിന് ഡേറ്റ സംരക്ഷിച്ചു വെക്കുന്ന സെന്ററിനെ വിളിച്ച പേരാണ് സ്റ്റേറ്റ് ഡേറ്റ സെന്റർ. അതായത് നമ്മൾ ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ട് ഒരു സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടു കൂടി നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ ഏതെങ്കിലും ഒരു കോമൺ സെർവറിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സംരക്ഷിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു സംരക്ഷിക്കാനായിട്ടുള്ള ഭരണ സൗകര്യാർത്ഥം ഡേറ്റ സംഭരിക്കുന്ന സ്ഥലത്തെ വിളിച്ച പേരാണ് സ്റ്റേറ്റ് ഡേറ്റ സെന്റർ. എന്താണ്? സ്റ്റേറ്റ് ഡേറ്റ സെന്റർ. ഇനി CSCക്ക് പിന്തുണ നൽകുന്നു. എന്താണ് CSC എന്ന് പറഞ്ഞാൽ? മൂന്നാമത്തെ ഭാഗമാണ് കോമൺ സർവീസ് സെന്റർ. അക്ഷയ സെന്റർ, ഫ്രണ്ട്സ് കേന്ദ്രം പോലെ നമുക്ക് ഇ ഗവേണൻസ് ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഇ ഗവേണൻസ് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കോമൺ സർവീസ് സെന്ററുകൾക്ക് പിന്തുണ നൽകണമെങ്കിൽ കൃത്യമായി അവർക്ക് ഡേറ്റ എടുക്കാൻ പറ്റുന്ന ഒരു സെന്റർ വേണം. അപ്പൊ സ്റ്റേറ്റ് ഡേറ്റ സെന്ററിന്റെ അടുത്തൊരു ചുമതലയാണ് കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ CSCകൾക്ക് കൃത്യമായി എന്ത് നൽകുക? പിന്തുണ നൽകുക. ഇനി നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഡേറ്റ സെന്റർ നിലവിൽ വരുന്നത് 2005-ലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഡേറ്റ സെന്റർ 2005 നിലവിൽ വന്നത് തിരുവനന്തപുരത്ത് പാളയത്താണ്. എവിടെയാണ്? തിരുവനന്തപുരം പാളയത്താണ് കേരളത്തിൽ ആദ്യമായി സ്റ്റേറ്റ് ഡേറ്റ സെന്റർ എന്ന് നിലവിൽ വരുന്നത്. 2005 നിലവിൽ വരുന്നത്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ സ്റ്റേറ്റ് ഡേറ്റ സെന്റർ നിലവിൽ വന്നത് 2011 തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ്. ഇപ്പൊ ഒന്നാമത്തത് തിരുവനന്തപുരം പാളയത്താണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ഡേറ്റ സെന്റർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തത് 2011 തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ്. ഇനി രണ്ടാമത്തെ പ്രധാന ഭാഗമാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സ്വാൻ. എന്താണ്? സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ല അഥവാ സ്വാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള, ഇപ്പൊ കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളും 152 ബ്ലോക്കുകളും ഇനി 63 മിനി പോയിന്റ്സ്, 3ആയി തിരിച്ചിട്ടുണ്ട്. 14 ജില്ലകള്, 52 ബ്ലോക്കുകള്, 63 മിനി പോയിന്റ്സ്, ഇവയെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിനെയാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അതായത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും എല്ലാ ബ്ലോക്ക് ആസ്ഥാനങ്ങളിലേക്കും എല്ലാ മിനി പോയിന്റ്സിലേക്കും നമുക്ക് വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് കൈമാറ്റം ചെയ്യാൻ സാധിക്കും. എന്താണ്? സ്വാൻ അഥവാ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കേരളത്തിലെ 14 ജില്ല, 152 ബ്ലോക്കുകൾ, 63 മിനി പോയിന്റ്സ് എന്നിവയെ കണക്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നട്ടലാണ്. ഇൻഫർമേഷന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ നട്ടലാണ്, ഏറ്റവും നട്ടലായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് മാറ്റണം. ഒരു കളക്ടറേറ്റിൽ നിന്ന് വേറൊരു ജില്ലയിലെ കളക്ടറേറ്റിലേക്കോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു പോലീസ് സ്റ്റേഷനിലേക്കോ വിവരങ്ങൾ കൈമാറണമെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വേണം. അപ്പൊ ഈ ഇൻഫർമേഷന്റെയും ഇൻഫ്രാസ്ട്രക്ചറിന്റെയും നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ഏതാണ്? സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. അടുത്ത പോയിന്റ്, സേവനങ്ങളുടെ ഏകോപനം. ഇപ്പൊ പല ജില്ലകളുണ്ട്, പല ജില്ലകളും ഒരേ സേവനങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് വൈഡ് ആ എല്ലാ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് ഏത് നെറ്റ്വർക്കിനെ ഉപയോഗപ്പെടുത്താം? സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ ഉപയോഗപ്പെടുത്താം. ഇപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? സേവനങ്ങളുടെ ഏകോപനമാണ്. ഇനി ആരംഭിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആരംഭിച്ചത് 2008 മുതലാണ്. എന്ന് മുതലാണ്? 2008 മുതലാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആരംഭിച്ചത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് കോമൺ സർവീസ് സെന്ററുകൾ.
സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇ ഗവേണൻസ് ലഭ്യമാക്കുന്ന സ്ഥാപനങ്ങൾ. അതിന് എക്സാമ്പിൾ ആണ് എന്ത്? അക്ഷയ സെന്റേഴ്സ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് കേന്ദ്രങ്ങൾ. അക്ഷയ സെന്ററുകളും ഫ്രണ്ട്സ് കേന്ദ്രങ്ങളും നമുക്ക് കോമൺ സർവീസ് തരുന്ന സെന്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് അതിനെ കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ CSC എന്ന് വിളിച്ചത്. ഈ 3 ഭാഗങ്ങൾ ചേർന്നാണ് എന്ത് കംപ്ലീറ്റ് ആക്കുന്നത്, എന്ത് പൂർത്തിയാക്കുന്നത്? ഇ ഗവേണൻസ് എന്ന് പറയുന്ന വലിയൊരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇനി ഇ ഗവേണൻസിന്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. എന്താണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി? എന്താണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ഇന്ത്യയിൽ കൂടുതൽ രീതിയിൽ എന്ത് ചെയ്യുക, ബിസിനസിന്റെ ആണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും നല്ല രീതിയിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങൾ കണ്ടെത്താനും കമ്പനികളെ പ്രാപ്തമാക്കുന്നതാണ് പദ്ധതി. ഇന്ത്യയിൽ തന്നെ പല സാധനങ്ങളും അല്ലെങ്കിൽ പല നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും വിദേശ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ഇന്ത്യയിൽ തന്നെ കമ്പോളങ്ങൾ കണ്ടെത്തുവാനും നമ്മുടെ കമ്പനികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി 2014 ആരംഭിച്ചത്. എന്നാണ് 2014 ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ ഗവേണൻസിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. എന്താണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിൽ തന്നെ കമ്പോളങ്ങൾ കണ്ടെത്തുക എന്ന രീതിയിലേക്ക് കമ്പനികളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2014 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഇ ഗവേണൻസ് പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ആദ്യം പഠിച്ചത് ഏതായിരുന്നു? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എങ്കിൽ അടുത്ത പദ്ധതി സ്കിൽ ഇന്ത്യ ആണ്. സ്കിൽ ഇന്ത്യ മീൻസ് അല്ലെങ്കിൽ സ്കിൽ മീൻസ് നൈപുണ്യ വികസനം. ആ പേരിലുള്ളതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നൈപുണ്യ വികസനമാണ്. എന്ത് വികസനമാണ്? നൈപുണ്യ വികസനമാണ് സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ സ്കിൽ ഇന്ത്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. 2015 ജൂലൈ 16 ഉദ്ഘാടനം ചെയ്തത്. 2015 ജൂലൈ 16 ഏത് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? സ്കിൽ ഇന്ത്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച മേക്ക് ഇൻ ഇന്ത്യ 2014 ഇപ്പൊ 2014 ശേഷം തൊട്ടടുത്ത വർഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ പദ്ധതി. ലക്ഷ്യം എന്തായിരുന്നു? നൈപുണ്യ വികസനമായിരുന്നു. ഉദ്ഘാടനം ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇനി 2022 കൂടി 40 കോടി ജനങ്ങൾക്ക് നൈപുണ്യ വികസനം നൽകുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇപ്പൊ 2015 വന്ന സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു 2022 കൂടി, അതായത് ഏകദേശം 7 വർഷത്തിനപ്പുറം അല്ലെങ്കിൽ 7 വർഷത്തിനകത്ത് എത്ര കോടി ജനങ്ങൾക്ക്? 40 കോടി ജനങ്ങൾക്ക് നൈപുണ്യ വികസനം നൽകുക എന്നുള്ളതാണ് സ്കിൽ ഇന്ത്യ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇ ഗവേണൻസ് പദ്ധതിയാണ് നാഷണൽ നോളേജ് നെറ്റ്വർക്ക്. എന്താണ്? നാഷണൽ നോളേജ് നെറ്റ്വർക്ക്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് നാഷണൽ നോളേജ് നെറ്റ്വർക്ക്. അപ്പൊ ഈ ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ നോളേജ് സിസ്റ്റം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അത് ഇ ഗവേണൻസിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നാഷണൽ നോളേജ് നെറ്റ്വർക്ക്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് എന്ത്? നാഷണൽ നോളേജ് നെറ്റ്വർക്ക്. ഇനി മറ്റൊരു ഇ ഗവേണൻസ് പദ്ധതിയാണ് പാസ്പോർട്ട് സേവ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇ ഗവേണൻസ് പദ്ധതി. പാസ്പോർട്ട് സേവനങ്ങൾ ഓൺലൈനായി നൽകുന്ന പ്ലാറ്റ്ഫോമാണ് പാസ്പോർട്ട് സേവ. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പാസ്പോർട്ട് സേവനങ്ങളെല്ലാം ഓൺലൈൻ രീതിയിൽ ലഭ്യമാകുന്ന പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണ് എന്ത്? പാസ്പോർട്ട് സേവ. മറ്റൊരു പ്രധാനപ്പെട്ട ഇ ഗവേണൻസ് പദ്ധതിയാണ് UIDAI. ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്താണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ UIDAI. എന്താണ് സാധനം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം.
നമ്മുടെ ആധാർ അല്ലേ, നമ്മുടെ ആധാർ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടലിനെ വിളിച്ച പേരാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ആ ഒരു അതോറിറ്റിയാണ് നമുക്ക് എന്ത് നൽകുന്നത്, ആധാർ ലഭ്യമാക്കുന്നത്. എന്നാൽ നമ്മുടെ ആധാറിലെ അക്കങ്ങളുടെ എണ്ണം എത്രയാണെന്ന് എക്സാമിന് ചോദിച്ചാൽ നമുക്കറിയാം എത്രയാണ്, 12 ആണ്. 4 അക്കങ്ങൾ വെച്ചുള്ള 3 കാറ്റഗറി അല്ലെങ്കിൽ 3 രീതിയിലാണ് നമ്മുടെ ആധാർ നമ്പർ തന്നിട്ടുള്ളത്. ആകെ അക്കങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 12 അക്കങ്ങളാണ്. ആധാറിന് പ്രായപരിധി ഇല്ല. എത്ര വയസ്സുള്ള ആളിന് വേണമെങ്കിലും എന്ത് ലഭ്യമാണ്, ആധാർ ലഭ്യമാണ്. ആധാർ ലഭ്യമാക്കിയ ആ ഒരു സ്ഥാപനത്തിന്റെ പേര് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയാണ് UIDAI. എന്താണ് UIDAI, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി ആധാർ ആരംഭിച്ചത് 2010 സെപ്റ്റംബർ 29-നാണ്. ആധാർ ആരംഭിച്ചതെന്നാണ് 2010 സെപ്റ്റംബർ 29-നാണ് ആധാർ ആരംഭിക്കുന്നത്. ആധാർ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എവിടെയാണ് ആധാർ പദ്ധതി ആദ്യം നടപ്പിലാക്കിയത്, എവിടെയാണ്, മഹാരാഷ്ട്ര. ഇപ്പൊ ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ട് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് നമ്മുടെ ആധാർ. ഓൺലൈൻ രീതിയിൽ ആധാർ ലഭ്യമാക്കുന്ന സംവിധാനം, ആ ഒരു പദ്ധതിയാണ് UIDAI. ആധാറിലെ ആകെ അക്കങ്ങളുടെ എണ്ണം 12 ആണ്. ആധാർ എടുക്കാൻ പ്രായപരിധിയില്ല. ആധാർ ആരംഭിച്ചത് എന്ന് മുതലാണ്, 2010 സെപ്റ്റംബർ 29 മുതലാണ്. ആധാർ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്, മഹാരാഷ്ട്രയാണ്. ഇനി മറ്റൊരു ഇ ഗവേണൻസ് പദ്ധതിയാണ് ഐഡിയാസ് അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്താണ്, ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ എക്സ്ചേഞ്ച് അഡ്വാൻസ്ഡ് സിസ്റ്റം. എന്താണ് ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ എക്സ്ചേഞ്ച് അഡ്വാൻസ്ഡ് സിസ്റ്റം? എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ ഓഫീസുകളിലെ ഫയൽ ട്രാക്കിംഗ് സംവിധാനമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുന്ന സമയത്ത് ഫയൽ ഇവിടെ ഇല്ല, ഫയൽ ഉന്നതാധികാരിക്ക് കൈമാറി അല്ലെങ്കിൽ ഫയൽ ഇന്ന വകുപ്പിലേക്ക് കൈമാറി എന്ന് നമ്മളടുത്ത് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ഫയൽ ഇപ്പം നിലവിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഒരു ഹയർ ഉദ്യോഗസ്ഥന് ഈ ഫയൽ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഐഡിയാസ്. അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു, ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ എക്സ്ചേഞ്ച് അഡ്വാൻസ്ഡ് സിസ്റ്റം. ഫയൽ ട്രാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസിലെ ഫയൽ ട്രാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംവിധാനമാണ് ഐഡിയാസ്. മറ്റൊരു സംവിധാനമാണ് ഡിജി ലോക്കർ. മറ്റൊരു ഇ ഗവേണൻസ് പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ. എന്താണെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ആരംഭിച്ചു. നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ ഇ ഗവേണൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ഉപപദ്ധതിയാണ് ഡിജി ലോക്കർ. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ആരംഭിച്ച ഡിജി ലോക്കർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏകദേശം അറിയായിരിക്കും. രേഖകൾ ഡിജിറ്റലായി കൈവശം സൂക്ഷിക്കാവുന്ന അവസരമൊരുക്കുന്ന അല്ലെങ്കിൽ കൈവശം സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ. ലൈസൻസ് പോലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവരങ്ങൾ നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് കയ്യിൽ സൂക്ഷിക്കുന്നതിന് പകരം ഡിജി ലോക്കറിൽ എന്ത് ചെയ്യാം, സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഏകദേശം ഉള്ളതുപോലെയാണ്. ഹാർഡ് കോപ്പി തന്നെ കയ്യിൽ കരുതണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത് ഏതിലൂടെയാണ്, ഡിജി ലോക്കർ സംവിധാനത്തിലൂടെയാണ്. ഓക്കെ ആണല്ലോ. ഡിജി ലോക്കർ എന്തിന്റെ ഭാഗമാണ്, ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ് ഡിജി ലോക്കർ സംവിധാനം. ഇനി മറ്റൊരു സംവിധാനമാണ് ഉമാങ്. എന്താണ് ഉമാങ്? ഉമാങ്ങിന്റെ ഫുൾ ഫോം ആണ് യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ്. എന്താ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ആണ് ഉമാങ്ങിന്റെ ഫുൾ ഫോം. എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ സേവനം മൊബൈൽ ഫോൺ വഴി എത്തിക്കാനുള്ള ആപ്ലിക്കേഷനാണ്. നമ്മുടെ സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷനെ വിളിച്ച പേരാണ് ഉമാങ്. ഫുൾ ഫോം എന്താണ്, യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ്. യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് ഭീം. എന്താണ് ഭീം? ഫുൾ ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരത് ഇന്റർഫേസ് ഫോർ മണി. എന്താ ഭാരത് ഇന്റർഫേസ് ഫോർ മണി? എന്താന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ പണമിടപാടുകൾക്കായി ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഗൂഗിൾ പേ, പേടിഎം പോലുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ നമ്മൾ നടത്താറുണ്ട് അല്ലേ? അതുപോലെ നമ്മുടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ പണമിടപാടുകൾക്കായിട്ട് ആരംഭിച്ച പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണ് ഭീം അല്ലെങ്കിൽ ഭാരത് ഇന്റർഫേസ് ഫോർ മണി. ഇനി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. അപ്പൊ ആരാണ് ഇത് ആരംഭിച്ചത്? കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ആണ് ഭീം അല്ലെങ്കിൽ ഭാരത് ഇന്റർഫേസ് ഫോർ മണി എന്ന് പറയുന്ന ഡിജിറ്റൽ പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് ഗോക്കടൽ. എന്താണ് ഗോക്കടൽ? ഗോക്കടൽ അങ്ങനെ ആലോചിച്ചാൽ മതി. എന്താണ് ഗോക്കടൽ? ഇത് ഫുൾ ഫോം ഉണ്ട്. ഇത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഗോക്കടൽ എന്നാണ് പറയുന്നത്.
കടൽ. ഗോ കടൽ എന്താണ് പദ്ധതി എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിലവിൽ വന്ന ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ സൊല്യൂഷൻ ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ, ലോകത്തെ തന്നെ ആദ്യത്തേത് എവിടെയാണ് നിലവിൽ വരുന്നത്? ഇന്ത്യയിൽ നിലവിൽ വന്ന ലോകത്തെ ആദ്യത്തെ ക്ലൗഡ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ സൊല്യൂഷൻ ക്ലൗഡ് പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണ് ഗോ കടൽ. എന്താ ചോദ്യം? ഇങ്ങനെയാണ്, ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ സൊല്യൂഷൻ ക്ലൗഡ് പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് ഇന്ത്യയിലാണ്, അതിന്റെ പേരാണ് ഗോ കടൽ. എന്താണ്? ഗോ കടൽ. മറ്റൊരു പദ്ധതിയാണ് പ്രഗതി. എന്താണ്? മറ്റൊരു പദ്ധതിയുടെ പേരാണ് പ്രഗതി. പ്രഗതി പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് പദ്ധതികളുടെ നടത്തിപ്പ്, ആ പദ്ധതികളുടെ വിശകലനം, പരാതി പരിഹാരം എന്നിവ നടത്തുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം ആണ് പ്രഗതി. എന്താണ്? പ്രഗതി. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുരോഗതി ഉന്നത അധികാരികൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. അപ്പൊ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ നടത്തിപ്പും അതിന്റെ വിശകലനവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതി പരിഹാരവും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റ് ആയിട്ട് പരിശോധിക്കുന്നുണ്ട്. അത് ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ്? പ്രഗതി എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ്. മറ്റൊരു പദ്ധതിയാണ് പെൻസിൽ. എന്താ പേര്? പെൻസിൽ. എന്താ പെൻസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം പെൻസിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുതിർന്നവരും കുട്ടികളും എല്ലാം പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെല്ലാം ആദ്യം ഉപയോഗിച്ച് തുടങ്ങുന്ന പേനയല്ല, ആദ്യമേ പെൻസിലാണ്. അപ്പൊ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് പെൻസിൽ എന്ന് ആലോചിക്കുക. അപ്പൊ കുട്ടികൾക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യാൻ സാധ്യതയുള്ള കുട്ടികൾക്കെതിരായിട്ടുള്ള ബാലവേല തടയുക, ആ ബാലവേല തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് പെൻസിൽ. എന്ത് തടയുക? ബാലവേല തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണ് എന്ത്? പെൻസിൽ പ്ലാറ്റ്ഫോം. മറ്റൊരു പ്രധാനപ്പെട്ട ഗവേണൻസ് പദ്ധതിയാണ് സൗഭാഗ്യ സ്കീം. എന്താണ്? സൗഭാഗ്യ സ്കീം. എല്ലാവർക്കും വൈദ്യുതി എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് സൗഭാഗ്യ സ്കീം. 2017 സൗഭാഗ്യ സ്കീം എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വൈദ്യുതി എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച, കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗവേണൻസ് പദ്ധതിയാണ് സൗഭാഗ്യ സ്കീം. സൗഭാഗ്യ സ്കീം ആരംഭിക്കുന്നത് എന്നാണ്? 2017. മറ്റൊരു പദ്ധതിയാണ് PM-E വിദ്യ. എന്താ? PM, പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് PM-E വിദ്യ. കോവിഡ് സമയത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്കൂളുകളിൽ പോയി വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത അവസരങ്ങളിൽ നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു ഗവേണൻസ് പദ്ധതിയാണ് PM-E വിദ്യ. കോവിഡ് കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് PM-E വിദ്യ. ഇനി നമുക്ക് ഗവേണൻസ് ഇൻ കേരളത്തിലെ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് ചർച്ച ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമാണ് കേരളം. നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വിവരസാങ്കേതിക വിദ്യ കൂടുതലായിട്ട് ഭരണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് മാറിയത് കേരളമാണ്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇനി കേരളത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് 2016 ഫെബ്രുവരി 26 കേരളത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് 2016 ഫെബ്രുവരി 26 അത് പ്രഖ്യാപിച്ച വ്യക്തി അന്നത്തെ രാഷ്ട്രപതിയായിട്ടുള്ള പ്രണബ് മുഖർജി ആയിരുന്നു. ഇപ്പൊ 2016 ഫെബ്രുവരി 26 കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ച വ്യക്തി ആരാണ്? പ്രണബ് മുഖർജിയാണ്. 2020 പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി. കേരളം ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായത്, സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായത് 2016 എന്നാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കപ്പെടുന്നത് 2020 അപ്പോൾ 2016 ഡിജിറ്റൽ സംസ്ഥാനം, 2020 പൊതുവിദ്യാഭ്യാസ രംഗത്തെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറി. ഇനി 2022 കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഗവേണൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2022 നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു ഗവേണൻസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളമാണ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ സംസ്ഥാനം. ഗവേണൻസ് റിപ്പോർട്ടിൽ ആദ്യ സ്ഥാനം ആർക്കായിരുന്നു? കേരളത്തിലാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാർ പോർട്ടലുകളുടെ കാര്യക്ഷമതയിലും കേരളം തന്നെയാണ് ഒന്നാമത്. അപ്പൊ ഗവേണൻസിന്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാരിന്റെ പോർട്ടലുകളുടെ കാര്യത്തിലും 2022 ഒന്നാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ്? കേരളത്തിനാണ്.
ഇനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ പൗരന്മാരുടെ അവകാശമായി ഇന്റർനെറ്റ് പൗരന്മാരുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനവും കേരളമാണ്. ഇപ്പൊ ഇന്ത്യയില് ഇന്റർനെറ്റ് പൗരന്മാരുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ആരാണ്? കേരളം. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. 2016 പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനവും കേരളമാണ്. 2020 പ്രഖ്യാപിച്ചു. ഇനി 2022 ഇ ഗവേണൻസ് റിപ്പോർട്ട് പ്രകാരം 1-ാം സ്ഥാനം കേരളത്തിനാണ്. ഇനി സ്റ്റേറ്റ് പോർട്ടലുകളുടെ കാര്യത്തിലും 1-ാം സ്ഥാനം കേരളത്തിനാണ്. ഇനി ഇന്റർനെറ്റ് പൗരന്മാരുടെ അവകാശമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആര് തന്നെയാണ്? കേരളം തന്നെയാണ്. ഇനി അടുത്ത മറ്റൊരു സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ. എന്താണ്? കേരളത്തിൽ ഇ ഗവേണൻസ് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ഇ ഗവേണൻസ് നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ. എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ കേരള മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് നടപ്പിലാക്കാനായി കേരളത്തിൽ നിലവിൽ വന്ന സ്ഥാപനത്തിന് വിളിച്ച പേരാണ് ഇൻഫർമേഷൻ കേരള മിഷൻ. ഇൻഫർമേഷൻ കേരള മിഷൻ നിലവിൽ വരുന്നത് 1999 എന്നാണ് വന്നത്. 1999 ഇൻഫർമേഷൻ കേരള മിഷൻ നിലവിൽ വന്നത്. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്ത് നടപ്പിലാക്കുക? ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുക. മറ്റൊരു സ്ഥാപനമാണ് കേരള IT മിഷൻ. തൊട്ടു മുമ്പ് പറഞ്ഞത് കേരള ഇൻഫർമേഷൻ മിഷൻ ആണ്. ഇൻഫർമേഷൻ കേരള മിഷൻ എങ്കിൽ അടുത്തത് കേരള IT മിഷൻ ആണ്. IT മിഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കേരള സർക്കാരിന്റെ കീഴിൽ വിവര സാങ്കേതിക വിദ്യാഭ്യാസ സംരംഭത്തിന് ആവശ്യമായ സഹായം നൽകുന്ന സ്ഥാപനമാണ് കേരള IT മിഷൻ. അതായത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വിവര സാങ്കേതിക വിദ്യ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് സംവിധാനങ്ങളും കുറച്ച് സംരംഭങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള സംരംഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകുന്ന ഏജൻസിയാണ് കേരള IT മിഷൻ. അപ്പൊ IT മിഷൻ എന്താ ചെയ്യുന്നത്? വിവര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ സംരംഭങ്ങൾക്കായിട്ട് എന്ത് നൽകുക? സഹായം നൽകുന്നതാണ് കേരള IT മിഷൻ. കേരള IT മിഷൻ ആരംഭിക്കുന്നതും എന്നാണ് 1999 കേരള IT മിഷൻ ആരംഭിക്കുന്നത്. IT മിഷന്റെ പ്രധാന ലക്ഷ്യം നമ്മൾ പറഞ്ഞായിരുന്നു, വിവര സാങ്കേതിക വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് സഹായം നൽകുക. മാത്രമല്ല കേരളത്തിലെ ഇ ഗവേണൻസ് പദ്ധതികൾക്കും IT സേവനങ്ങൾക്കും ശക്തിപ്പെടുത്തുക എന്നതും ഇവരുടെ പ്രധാന ലക്ഷ്യമാണ്. അപ്പൊ കേരളത്തിലെ IT സേവനങ്ങളും ഇ ഗവേണൻസ് പദ്ധതികളും ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യവും ആർക്കുണ്ടായിരുന്നു? കേരള IT മിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 2 സ്ഥാപനങ്ങളെയാണ് പറഞ്ഞത്. ഒന്നാമത്തെ കേരളത്തിൽ ഇ ഗവേണൻസ് നടപ്പിലാക്കുന്ന പ്രധാന സ്ഥാപനം ഇൻഫർമേഷൻ കേരള മിഷൻ 1999. അതേ വർഷം തന്നെ 99 അതേ വർഷത്ത് തന്നെ ആരംഭിച്ച മറ്റൊരു കേരളത്തിലെ സ്ഥാപനമാണ് IT മിഷൻ, കേരള IT മിഷൻ. ഇനി കേരള സർക്കാരിന്റെ കുറച്ച് ഇ ഗവേണൻസ് പോർട്ടലുകളുണ്ട്. നമ്മൾ കേന്ദ്ര സർക്കാർ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കുറച്ച് ഇ ഗവേണൻസ് പോർട്ടൽ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് പോർട്ടലുകൾ ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പോർട്ടലാണ് ഇ സേവനം. എന്താണ്? ഇ സേവനം. കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പോർട്ടലാണ് ഇ സേവനം. ഇതിൽ എന്താ ലഭ്യമാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പോർട്ടലാണ് ഇ സേവനം. അതായത് എല്ലാ സേവനങ്ങളും കൂടെ ഒരുമിച്ചുള്ള ഒരു സേവന സംവിധാനം, ഈ പ്ലാറ്റ്ഫോമാണ് ഇ സേവനം. എന്താണ്? കേരള ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പോർട്ടലിനെ വിളിച്ച പേരാണ് ഇ സേവനം. നമ്മൾ കുറെ പോർട്ടലുകൾ ഇനി അങ്ങോട്ട് പറയും. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇ ഗവേണൻസ് നടപ്പിലാക്കാൻ കൊണ്ടുവന്ന കുറെ പോർട്ടലുകൾ നമ്മൾ ഇനി ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുന്ന എല്ലാ പോർട്ടലുകളും കൂടെ ഏകീകരിച്ചുള്ള ഒരൊറ്റ പോർട്ടലാണെന്ത്? ഇ സേവനം. എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വകുപ്പിന്റെയും ഓൺലൈൻ സേവനങ്ങൾ ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഈ സേവനം എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് പോർട്ടലുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോർട്ടലുകളും അടങ്ങിയ, എല്ലാ വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും അടങ്ങിയ ഒരൊറ്റ സംവിധാനം, ഒരൊറ്റ പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണ് ഇ സേവനം. എന്താണ്? ഇ സേവനം.
ഇനി ഈ സേവനം എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 500-ൽ പരം സേവനങ്ങൾ ലഭ്യമാണ്. വിവിധ വകുപ്പുകളുടെ 72ഓളം കേരളത്തിലെ 72ഓളം ഡിപ്പാർട്ട്മെന്റുകളിലെ 500-ൽ പരം സേവനങ്ങൾ ഈ സേവനം എന്ന പോർട്ടലിൽ ലഭ്യമാണ്. ഓക്കെ ആണല്ലോ? എത്ര? 72-ലധികം നമ്മുടെ വകുപ്പുകളുടെ 500-ലധികം സേവനങ്ങൾ ഈ സേവനത്തിൽ ലഭ്യമാണ്. മറ്റൊരു പോർട്ടലാണ് എം സേവനം. എന്താണ് എം സേവനം? ആദ്യം പറഞ്ഞത് ഈ സേവനമെങ്കിൽ ഇതെന്താണ്? എം സേവനമാണ്. ഈ സേവനം മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനമാണ് എം സേവനം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സേവനം എന്ന് പറയുന്നത് എല്ലാം ചേർന്നതാണ് ഈ സേവനം. ആ ഈ സേവനം എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനത്തിനെ എന്തെന്ന് വിളിച്ചു? മൊബൈൽ എം സേവനം. എന്താണ് എം സേവനം? അപ്പൊ ഈ സേവനം മൊബൈലിൽ ലഭ്യമാക്കുന്ന സംവിധാനത്തെ വിളിച്ച പേരാണ് എം സേവനം. ഇതിൽ ഏകദേശം ഒരു 450-ൽ പരം സേവനങ്ങളുണ്ട്. നമ്മൾ നേരത്തെ 500-ൽ പരം സേവനങ്ങൾ ഈ സേവനത്തിൽ ലഭ്യമാണെങ്കിൽ മൊബൈലിൽ നമുക്ക് ലഭ്യമാകുന്ന ഏകദേശം 450-ൽ പരം സേവനങ്ങളാണ്. ഓക്കെ ആണല്ലോ? കേരള സർക്കാരിന്റെ കീഴിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഇ ഗവേണൻസ് സംവിധാനമാണ് സ്പാർക്ക്. എന്താണ് സ്പാർക്ക്? സ്പാർക്കിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. എന്തായിരുന്നു? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള ആണ് സ്പാർക്കിന്റെ ഫുൾ ഫോം. എന്താണ് സ്പാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത പേറോൾ അക്കൗണ്ട് വിവരങ്ങൾ സൂക്ഷിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. നമ്മൾ സംസ്ഥാന സർവീസിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മളുടെ വ്യക്തിഗത വിവരങ്ങളും നമ്മുടെ അക്കൗണ്ട് വിവരങ്ങളും എല്ലാം സൂക്ഷിക്കുന്നത് എവിടെയാണ്? സ്പാർക്കിലാണ്. അപ്പൊ ഈ സ്പാർക്ക് എന്ന് പറയുന്നത് ഒരു ഇ ഗവേണൻസ് പദ്ധതിയാണ്. കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു ഇ ഗവേണൻസിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ത്? സ്പാർക്ക്. ഫുൾ ഫോം എന്തായിരുന്നു? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. ജീവനക്കാരുടെ പേറോൾ അക്കൗണ്ട് വിവരങ്ങൾ സൂക്ഷിക്കുന്നു. സംസ്ഥാന ജീവനക്കാരുടെ സേവന വേതന വിവരങ്ങളെല്ലാം ഈ സ്പാർക്ക് വഴിയാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മളൊരു സർവീസിൽ കയറുമ്പോൾ നമ്മുടെ സേവന വിവരങ്ങളും നമ്മുടെ വേതന വിവരങ്ങളും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പൈസ എത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സംവിധാനമാണ് എന്ത്? സ്പാർക്ക് എന്ന് പറയുന്ന സംവിധാനം. ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസ് എവിടെ ഉണ്ടാവും? സ്പാർക്കിൽ ഉണ്ടാവും. ഒരു സംസ്ഥാനത്തിലെ എല്ലാ ജീവനക്കാരുടെ എല്ലാ ഡേറ്റയും എല്ലാ ഡേറ്റാബേസും എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? സ്പാർക്കിലാണ്. IT മിഷനാണ് ഇത് തയ്യാറാക്കുന്നത്. കേരള IT മിഷന്റെ ഭാഗമായിട്ടാണ് സ്പാർക്ക് നിലകൊള്ളുന്നത്. അപ്പം ആരാണ് സ്പാർക്കിന്റെ ചുമതലയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? IT മിഷനാണ് സ്പാർക്കിന്റെ ചുമതലയുള്ളത്. മറ്റൊരു പ്രോഗ്രാമാണ് ഇ ഹെൽത്ത്. മറ്റൊരു ഇ ഗവേണൻസ് പദ്ധതിയാണ് ഇ ഹെൽത്ത്. എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെയും ബന്ധിപ്പിക്കുന്ന കേന്ദ്രീകൃത സംവിധാനത്തെ വിളിച്ച പേരാണ് ഇ ഹെൽത്ത്. എന്താണ്? നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളുടെയും എല്ലാവരെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനത്തെ വിളിച്ച പേരാണ് എന്ത്? ഇ ഹെൽത്ത്. ആരോഗ്യ വകുപ്പും IT മിഷനും കൂടെയാണ് ഈ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. ആരൊക്കെയാണ്? ആരോഗ്യ വകുപ്പും IT മിഷനും കൂടെ ചേർന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏത് പദ്ധതി നടപ്പിലാക്കുന്നത്? ഈ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. കേന്ദ്ര ധനസഹായം ഈ ഹെൽത്ത് പദ്ധതിക്ക് ലഭിക്കാറുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഒരു പരിധി വരെ കേന്ദ്ര സഹായം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹെൽത്ത് പദ്ധതിക്ക് ലഭ്യമാണ്. ഇനി ഈ ഹെൽത്ത് പദ്ധതി എന്ന് പറയുന്നത് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള രജിസ്ട്രേഷൻ മുഖേനയാണ് നടത്തുന്നത്. ആധാർ മുഖേനയാണ് ഈ ഹെൽത്ത് രജിസ്ട്രേഷൻ നമ്മൾ നടത്തുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ആധാറിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കേന്ദ്രത്തിൽ നമ്മൾ ദേശീയ ഇ ഗവേണൻസ് പദ്ധതികളുടെ ഭാഗമായിട്ട് ആധാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പൊ ഈ ആധാർ അധിഷ്ഠിതമായിട്ടാണ് ഈ ഗവേണൻസ് പദ്ധതികൾ എന്ത് ചെയ്യുന്നത്? ഈ ഹെൽത്ത് പദ്ധതി, ഈ ഹെൽത്തിലെ രജിസ്ട്രേഷൻ എന്ത് മുഖേനയാണ്? ആധാർ മുഖേനയാണ് ഈ ഹെൽത്ത് രജിസ്ട്രേഷൻ നടപ്പിലാക്കുന്നത്. ഈ ഹെൽത്ത് പദ്ധതി ആരംഭിച്ചത് 2017 ജനുവരിയിലാണ്. ഈ ഹെൽത്ത് പദ്ധതി എന്നാണ്? 2017 ജനുവരിയിലാണ് ഈ ഹെൽത്ത് പദ്ധതി ആരംഭിക്കുന്നത്. പൗരന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യ റെക്കോർഡ് ഈ ഹെൽത്തിന്റെ ഭാഗമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പൗരന്റെ അസുഖം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് റെക്കോർഡ് ഏതിന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഈ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഇപ്പൊ മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് അവിടെ പോയി ക്യൂ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് പകരം നമുക്ക് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങളും
ടെലിമെഡിസിൻ സംവിധാനവും നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വരാൻ കാരണം ഇ ഹെൽത്ത് പദ്ധതിയാണ്. ഏതൊക്കെ? ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സംവിധാനം, ടെലിമെഡിസിൻ സംവിധാനം, ഇതെല്ലാം നിലവിൽ വരാൻ കാരണമായത് ഏതാണ്? ഏത് പദ്ധതിയാണ്? ഇ ഹെൽത്ത് പദ്ധതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനമാണ് കെ സ്വിഫ്റ്റ്. എന്താണ് കെ സ്വിഫ്റ്റ്? എന്താ ഫുൾ ഫോം? കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. എന്താണ്? കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. എന്താണ് കെ സ്വിഫ്റ്റ് എന്ന് ചോദിച്ചാൽ, പുതിയ വ്യവസായങ്ങൾക്ക് അനുമതി നൽകുന്ന നടപടിക്രമം വേഗത്തിലാക്കുന്നതാണ് കെ സ്വിഫ്റ്റ്. ഇത് KSRTCയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗതാഗത മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കെ സ്വിഫ്റ്റ് അല്ല. ഇതെന്താണ്? കെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വ്യവസായശാലകളുടെ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അവരുടെ നടപടിക്രമങ്ങൾ എന്ത് ചെയ്യണം? വേഗത്തിലാക്കി കൊടുക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ത്? കെ സ്വിഫ്റ്റ് പദ്ധതി. എന്താണ് കെ സ്വിഫ്റ്റ്? ഇനി കെ സ്വിഫ്റ്റ് പദ്ധതിയുടെ മോട്ടോ എന്താണ്? അവരുടെ ആ ഒരു മോട്ടോ, ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപവറിംഗ് എന്റർപ്രൈസസ്. എന്താണ്? എംപവറിംഗ് എന്റർപ്രൈസസ് എന്നാണ് നമ്മുടെ കെ സ്വിഫ്റ്റ് പദ്ധതിയുടെ മോട്ടോ. അതായത് വ്യവസായ ശാലകളെ എന്ത് ചെയ്യുക? കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, അവർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ വേഗത്തിൽ നൽകുക. ഇതാണ് കെ സ്വിഫ്റ്റ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇനി കെ സ്വിഫ്റ്റ് പറയുമ്പോൾ നമ്മൾ സ്വിഫ്റ്റ് എന്ന് പറയുന്ന പദ്ധതി ആലോചിച്ചിരിക്കണം. കെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന, കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ സ്വിഫ്റ്റ് എങ്കിൽ, സ്വിഫ്റ്റ് പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിർത്തിയിലൂടെ വ്യാപാരം സുഗമമാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് സ്വിഫ്റ്റ് പദ്ധതി. കെ സ്വിഫ്റ്റ് പദ്ധതി കേരള സർക്കാർ വ്യവസായ അനുമതി സ്പീഡിന് നൽകാനുള്ള പദ്ധതിയാണ് കെ സ്വിഫ്റ്റ്. എന്നാൽ വെറും സ്വിഫ്റ്റ് പദ്ധതിയാണെങ്കിൽ ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് അതിർത്തികളിലൂടെയുള്ള വ്യാപാരം സ്പീഡിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണെന്ത്? സ്വിഫ്റ്റ് പ്ലാറ്റ്ഫോം. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മാപ്പത്തോൺ കേരളം. എന്താണ് മാപ്പത്തോൺ കേരളം? എന്താണ് പദ്ധതി എന്ന് ചോദിച്ചാൽ, പൊതുജന സഹകരണത്തോടു കൂടി ആരംഭിക്കുന്ന ഡിജിറ്റൽ മാപ്പ് നിർമ്മാണം. അതായത് ജനങ്ങളുടെ സഹായത്തോടു കൂടി ഡിജിറ്റൽ ആയിട്ടുള്ള മാപ്പ്, സാധാ മാപ്പ് അല്ല, എന്ത് മാപ്പാണ്? ഡിജിറ്റൽ മാപ്പ് നിർമ്മാണമാണ് മാപ്പത്തോൺ കേരളം. ജനങ്ങളുടെ സഹായത്തോടു കൂടി ഡിജിറ്റൽ മാപ്പ് നിർമ്മിക്കുക. ഈ മാപ്പത്തോൺ കേരളത്തിന്റെ മോട്ടോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കുണ്ടാക്കാം നമ്മുടെ ഭൂപടം. എന്താണ്? നമുക്കുണ്ടാക്കാം നമ്മുടെ ഭൂപടം. ഇതാണ് മാപ്പത്തോൺ പദ്ധതിയുടെ മോട്ടോ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാകുന്ന ഇ ഗവേണൻസ് പദ്ധതികൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ അവർ നമുക്ക് നൽകുന്ന ഇ ഗവേണൻസ് സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു സംവിധാനമാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ. ഒരു പോർട്ടലാണ്. എന്താണ്? സേവന സിവിൽ രജിസ്ട്രേഷൻ. എന്താണ് ഈ സേവന സിവിൽ രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ, ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന പോർട്ടലിനെ വിളിച്ച പേരാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ പോർട്ടൽ. എന്താ നൽകുന്നത്? ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുന്ന പോർട്ടലാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ പോർട്ടൽ. എന്നാൽ ഇതുപോലെ പേരുള്ള മറ്റൊരു പോർട്ടലാണ് സേവന പെൻഷൻ പോർട്ടൽ. എന്താണ്? സേവന പെൻഷൻ പോർട്ടൽ. സാമൂഹിക ക്ഷേമ പെൻഷനുകൾ കൃത്യമായി ലഭ്യമാക്കുന്ന ഒരു പോർട്ടലാണ് ഇത് സേവന പെൻഷൻ പോർട്ടൽ. ഇപ്പൊ രണ്ട് പോർട്ടൽ ഒരേ പേര് ഏകദേശം വരുന്നുണ്ട്, രണ്ടും സേവനയാണ്. വളരെ വ്യത്യാസമുള്ള രണ്ട് പോർട്ടലുകളാണ്. വ്യത്യാസം മനസ്സിലാക്കുക. സേവന സിവിൽ രജിസ്ട്രേഷൻ ആണെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ, ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. എന്നാൽ സേവന പെൻഷൻ പോർട്ടൽ, പെൻഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും, സാമൂഹിക ക്ഷേമ പെൻഷനുകൾ നൽകുന്ന പോർട്ടലിനെ വിളിച്ച പേരാണ് സേവന പെൻഷൻ പോർട്ടൽ. ഇനി മറ്റൊരു പോർട്ടലാണ് സങ്കേതം. എന്താണ് സങ്കേതം? സങ്കേതം എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പോർട്ടൽ ഉപയോഗിച്ച് നമുക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭ്യമാകുന്നു. അപ്പൊ കെട്ടിട നിർമ്മാണ പെർമിറ്റുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് സങ്കേതം പോർട്ടൽ. ഏതായിരുന്നു? സങ്കേതം പോർട്ടൽ. ഇനി മറ്റൊരു പോർട്ടലാണ് സകർമ്മ. എന്താ? സകർമ്മ പോർട്ടൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾ അറിയിക്കുന്ന പോർട്ടലാണ് സകർമ്മ. പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും സ്റ്റാൻഡിംഗ് ആൻഡ് സ്റ്റിയറിംഗ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്ന, പൊതുജനത്തിന് അറിയിക്കാൻ പറ്റുന്ന ഒരു പോർട്ടലിനെ വിളിച്ച പേരാണ് സകർമ്മ. അപ്പൊ രണ്ട് പോർട്ടൽ പറഞ്ഞു. സങ്കേതം നമ്മുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടലാണ് സങ്കേതം. സകർമ്മ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്ന പോർട്ടലാണ് സകർമ്മ.
മറ്റൊരു പോർട്ടലാണ് സുഗമ. എന്താണ് സുഗമ? സുഗമ പോർട്ടൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുമരാമത്ത് എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടലാണ് സുഗമ. പൊതുമരാമത്തിന്റെ എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോർട്ടലിനെ വിളിച്ച പേരാണ് എന്ത്? സുഗമ. ഇനി മറ്റൊരു പോർട്ടൽ സ്ഥാപനയാണ്. എന്താണ്? സ്ഥാപന. എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പോർട്ടലിനെ വിളിച്ച പേരാണ് എന്ത്? സ്ഥാപന. രണ്ട് പോർട്ടൽ പറഞ്ഞു, ഒന്ന് സുഗമ, രണ്ട് സ്ഥാപനയാണ്. സുഗമ പോർട്ടൽ പൊതുമരാമത്ത് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സ്ഥാപന പോർട്ടൽ എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സ്ഥാപന പോർട്ടൽ. തിരിഞ്ഞു പോരുത്. സുഗമമായിട്ട് പൊതുമരാമത്ത് റോഡുകൾ നിർമ്മിക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ സുഗമമായിട്ട് നമുക്ക് പോകണമെങ്കിൽ പൊതുമരാമത്ത് എന്ത് ചെയ്യണം? നല്ല റോഡുകൾ ഉണ്ടാക്കി തരണം. അപ്പം സുഗമ എന്ന് കേൾക്കുമ്പോൾ പൊതുമരാമത്ത് കിട്ടണം, അവരുടെ എസ്റ്റിമേറ്റ്. ഇനി സ്ഥാപന എന്ന് കേൾക്കുമ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ. വേറൊരു പോർട്ടലാണ് സാഫല്യ. എന്താണ്? സാഫല്യ. മാനവ വിഭവശേഷി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് ഇത്. സാഫല്യ പോർട്ടൽ. ഏതാണ്? മാനവ വിഭവശേഷി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് സാഫല്യ പോർട്ടൽ. സാഖ്യ, മറ്റൊരു പോർട്ടൽ സാഖ്യയാണ്. സാഖ്യയുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് കാര്യങ്ങളാണ് അല്ലേ. ഇപ്പൊ സാഖ്യ പോർട്ടൽ അക്കൗണ്ടിങ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് സാഖ്യ പോർട്ടൽ. ഓക്കെ ആണല്ലോ. രണ്ട് പോർട്ടൽ പറഞ്ഞു, ഒന്ന് സാഫല്യ പറഞ്ഞു, മറ്റേത് സാഖ്യ പറഞ്ഞു. സാഫല്യ എന്താണ്? മാനവ വിഭവശേഷി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് സാഫല്യ. ഇനി സാഖ്യ പോർട്ടൽ എന്താണ്? അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് സാഖ്യ പോർട്ടൽ. ഇനി മറ്റൊരു പോർട്ടലാണ് സൂചിക. എന്താണ്? സൂചിക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫയലുകളുടെ പുരോഗതി മനസ്സിലാക്കുന്ന ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിന് വിളിച്ച പേരാണ് സൂചിക. ഒരു ടച്ച് സ്ക്രീൻ വെച്ചിരിക്കും. നമ്മൾ ഏതെങ്കിലും പഞ്ചായത്തിൽ പോണ സമയത്തോ കോർപ്പറേഷനിലോ അതിന്റെ ഫ്രണ്ടിൽ സജ്ജീകരിക്കേണ്ട ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫയൽ ഇപ്പം നിലവിൽ എവിടെയാണ്? ഫയലിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിന് വിളിച്ച പേരാണെന്ത്? സൂചിക. ഇതാണ് സൂചിക. സൂചി ഉപയോഗിച്ച് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുമെന്ന് ആലോചിച്ചാൽ മതി. എന്താണ് സൂചിക? ഫയലുകളുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിന് വിളിച്ച പേരാണെന്ത്? സൂചിക. ഇനി മറ്റൊരു പോർട്ടലാണ് സചിത്ര. എന്താണ്? സചിത്ര. കഡസ്ട്രൽ വാർഡ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണ് സചിത്ര. ചിത്രീകരിക്കും. എന്ത്? ഭൂപടം ചിത്രീകരിക്കും. പോർട്ടലിന്റെ പേര് സചിത്ര. എന്താണ്? സചിത്ര. എന്തായിരുന്നു? കഡസ്ട്രൽ വാർഡ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന പോർട്ടലിനെ വിളിച്ച പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? സചിത്ര. സൂചിക എന്തായിരുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫ്രണ്ട് ഓഫീസിലുള്ള ഫയലുകളുടെ പുരോഗതി അറിയാൻ പറ്റുന്ന സംവിധാനം സൂചികയാണെങ്കിൽ, കഡസ്ട്രൽ വാർഡ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണ് എന്ത്? സചിത്ര. ഇനി മറ്റൊരു പോർട്ടലാണ് സുഭദ്ര. എന്താണ്? സുഭദ്ര. ഭദ്രമായിട്ട് നമ്മൾ പൈസ വെച്ചിരിക്കണം. പൈസയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ബഡ്ജറ്റ്. അപ്പൊ സുഭദ്ര പ്ലാറ്റ്ഫോം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബഡ്ജറ്റ്, സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് എന്ത്? സുഭദ്ര. എന്തായിരുന്നു? സുഭദ്ര. ഇനി അടുത്ത പോർട്ടല് സംവേദിതയാണ്. ഏതാണ്? സംവേദിതയാണ് അടുത്ത പോർട്ടല്. ഈ സംവേദിത പോർട്ടൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട അവരുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട പോർട്ടലാണ് സംവേദിത. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട പോർട്ടലിനെ വിളിച്ച പേരാണെന്ത്? സംവേദിത പോർട്ടൽ. ഇനി മറ്റൊരു പദ്ധതിയാണ് സുലേഖ. എന്താണ്? സുലേഖ. സുലേഖ പദ്ധതി എന്താന്ന് ചോദിച്ചാൽ പദ്ധതി രൂപീകരണം, അംഗീകാരം, നിർവഹണം, പുരോഗതി എന്നിവ രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് സുലേഖ. നമ്മൾ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്തെങ്കിലും ഒരു പദ്ധതി രൂപീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രൂപീകരിച്ച പദ്ധതിയുടെ അംഗീകാരം ലഭിക്കണം. അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി നിർവഹണം നടത്തണം. അതിനുശേഷം അതിന്റെ പുരോഗതി രേഖപ്പെടുത്തണം. അപ്പൊ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരൊറ്റ പോർട്ടലിനെ വിളിച്ച പേരാണെന്ത്? സുലേഖ. എന്താ? സുലേഖ. അപ്പൊ 3 പേരുടെ പേര് പറഞ്ഞു. സുഭദ്ര, ബഡ്ജറ്റ്, സാമ്പത്തിക കാര്യങ്ങൾ. അടുത്തതാണ് സംവേദിത. സംവേദിത എന്തായിരുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടതാണ് സംവേദിത. അടുത്തത് സുലേഖയാണ്. സുലേഖ എന്തായിരുന്നു? ഒരു പദ്ധതിയുടെ രൂപീകരണമുണ്ട്, അതിന്റെ അംഗീകാരമുണ്ട്, അതിന്റെ നിർവഹണമുണ്ട്, അതിന്റെ പുരോഗതി, ഇതെല്ലാം രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് ഇത് സുലേഖ പ്ലാറ്റ്ഫോം. അടുത്ത പദ്ധതിയാണ് സഞ്ജയ പദ്ധതി. എന്താണ് സഞ്ജയ പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ വസ്തുനികുതി, തൊഴിൽ നികുതി തുടങ്ങിയ റവന്യൂ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗമാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് സഞ്ജയ. ഏതൊക്കെയായിരുന്നു? വസ്തുനികുതി, തൊഴിൽ നികുതി തുടങ്ങിയ റവന്യൂ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണ് സഞ്ജയ.
അതുപോലെ ഒരു പേരുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമാണ് സഞ്ചിത. ഇത് സഞ്ജയാണെങ്കിൽ ഇത് ഏതാണ്? സഞ്ചിത. സഞ്ചിത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ പ്ലാറ്റ്ഫോമാണ് സഞ്ചിത. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ കേന്ദ്ര നിയമങ്ങളും സംസ്ഥാന നിയമങ്ങളും ഒക്കെ പാലിക്കേണ്ടി വരും. അപ്പൊ ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ വിളിച്ച പേരാണ് സഞ്ചിത. എന്തായിരുന്നു? സഞ്ചിത. ഇത് ആദ്യത്തത് സഞ്ചയ, വസ്തു നികുതിയും അതുപോലെ തന്നെ തൊഴിൽ നികുതി. രണ്ടാമത്തത് സഞ്ചിതയാണ്. സഞ്ചിതയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ്? നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും ഇൻക്ലൂഡ് ചെയ്ത പ്ലാറ്റ്ഫോമാണ് സഞ്ചിത. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞതാണ്. ഇതിനു മുമ്പ് പറഞ്ഞു വന്ന എല്ലാം എന്താണ്? സൂചിക, സചിത്ര, അതുപോലെ തന്നെ സുഭദ്ര, സംവേദിത, സുലേഖ, ഇപ്പൊ പറഞ്ഞ സഞ്ചയ, സഞ്ചിത, ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന പ്ലാറ്റ്ഫോമുകളാണ്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണങ്ങളുടെ സ്ഥാപനത്തിന്റെ ഭാഗമാണെങ്കിലും കേരള സർക്കാർ നൽകുന്ന പ്രധാനപ്പെട്ട ഇ ഗവേണൻസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പദ്ധതികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവരും ഇനി പറയാൻ പോകുന്ന K5 പറയാനുണ്ട്, K-Phone പറയാനുണ്ട്. ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമാണെങ്കിലും ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പദ്ധതിയാണ് K5. എന്താണ് K5 പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ സൗജന്യ വൈഫൈ പദ്ധതി നൽകുന്ന സംവിധാനത്തെ വിളിച്ച പേരാണ് K5. എന്താണ്? കേരളത്തിൽ സൗജന്യ വൈഫൈ പദ്ധതി നൽകുന്ന സംവിധാനമാണെന്ത്? K5. മറ്റൊരു പദ്ധതിയാണ് പ്രധാനപ്പെട്ട സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് K-Phone. എന്താണ്? K-Phone. K-Phone ഫുൾ ഫോം എന്താണ്? കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക്. കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക് അഥവാ K-Phone. എന്താണ് K-Phone എന്ന് ചോദിച്ചാൽ കേരളത്തിലെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതിയെ വിളിച്ച പേരാണ് K-Phone. കേരള ഫൈബർ ഓപ്റ്റിക്കൽ നെറ്റ്വർക്ക്. കേരളത്തിൽ സ്പീഡിന് വേഗത്തിന് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് K-Phone പദ്ധതി. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കേരളത്തിലുള്ള ഏകദേശം 30,000 ഓഫീസുകൾക്കും 20 ലക്ഷം വീടുകൾക്കും, എത്ര ഓഫീസ്? 30,000-ഓളം ഓഫീസുകൾക്കും 20 ലക്ഷം വീടുകൾക്കും സൗജന്യ ഇന്റർനെറ്റ് നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഓർത്തിരിക്കുക, എന്ത് ഇന്റർനെറ്റ്? വെറും ഇന്റർനെറ്റ് അല്ല, സൗജന്യ ഇന്റർനെറ്റ് നൽകുക. ഇപ്പൊ കേരളത്തില് അതിവേഗ ഇന്റർനെറ്റ് നൽകുക, 30,000 ഓഫീസുകൾക്കും 20 ലക്ഷത്തിൽ പരം വീടുകൾക്കും സൗജന്യ ഇന്റർനെറ്റ് നൽകുക എന്നതാണ് ഏത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? K-Phone പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. K-Phone പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് ആരൊക്കെ ചേർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSEBയും KSITIL ചേർന്നാണ് കേരളത്തിൽ K-Phone പദ്ധതി നടപ്പിലാക്കുന്നത്. ആരാണ് ഈ KSITIL എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും KSEBയും ചേർന്നാണ് നമ്മുടെ സംസ്ഥാനത്ത് K-Phone പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് K-Phone ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പൊ KSEBയും KSITIലും ഉണ്ടെങ്കിലും ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവരുടെ കീഴിൽ K-Phone ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് K-Phone ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ജൂൺ 5-നാണ് K-Phone ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാ K-Phone ഉദ്ഘാടനം ചെയ്ത് 2023 ജൂൺ 5-നാണ് K-Phone ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു വർഷം 2.5 ലക്ഷം 2.5 ലക്ഷം കണക്ഷൻ നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യം. എല്ലാ വർഷവും 2.5 ലക്ഷം കണക്ഷൻ വെച്ച് നൽകുക എന്നുള്ളതാണ് നമ്മുടെ K-Phone പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. രാജ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദ്യ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ അതും K-Phone ആണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ പേര് എന്താണ്? K-Phone ആണ്. സെക്കൻഡിൽ 20 MB വേഗവും ആവശ്യാനുസരണം 1 Gbps വേഗം വരെ ആക്കാൻ സാധിക്കും. അതായത് K-Phoneന്റെ സ്പീഡിന്റെ പരിധി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 Mbps അല്ലെങ്കിൽ 1 സെക്കൻഡിൽ 20 MB ആണ് സാധാരണ നില. അല്ലെങ്കിൽ ആവശ്യാനുസരണം എത്ര വരെ ഇതിന് ഉയർത്താൻ സാധിക്കും? 1 Gbps വരെ ഇതിന്റെ സ്പീഡ് ഉയർത്താൻ സാധിക്കും. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനായി 2000 ഫ്രീ വൈഫൈ സ്പോട്ടുകൾ ഈ K-Phone പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ ആവശ്യാനുസരണം 2000 ഫ്രീ വൈഫൈ സ്പോട്ടുകൾ K-Phone പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനമാണ് കൈറ്റ്. എന്താണ് കൈറ്റ്? കൈറ്റിന്റെ ഫുൾ ഫോം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അപ്പൊ കൈറ്റ് എന്ന് പറയുന്നത് ഇ ഗവേണൻസിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിലവിൽ വന്ന ഒരു സംവിധാനമാണ് കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. എന്താണ് ഇവരുടെ ലക്ഷ്യം? പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി നടപ്പിലാക്കുക. അപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ICT നടപ്പിലാക്കാനായി നിലവിൽ വന്ന സ്ഥാപനമാണ് കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. 2001 ആരംഭിച്ച IT അറ്റ് സ്കൂൾ എന്ന് പറയുന്ന സംവിധാനമാണ് 2007 ഏത് പേരിലേക്ക് മാറിയത്? കൈറ്റ് എന്ന പേരിലേക്ക് മാറിയത്. കൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, അതൊരു കമ്പനി ആയിട്ട് മാറുകയാണ് ചെയ്തത്. 2001 നിലവിൽ വന്ന IT അറ്റ് സ്കൂൾ, 2001 നിലവിൽ വന്ന IT അറ്റ് സ്കൂളാണ് 2007 കൈറ്റ് എന്ന പേരിൽ കമ്പനിയായി മാറിയത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പഠിക്കുന്നത് കൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ICT പ്രോത്സാഹിപ്പിക്കുക, നടപ്പിലാക്കാൻ വന്ന സ്ഥാപനമാണ്. 2001 വന്ന IT അറ്റ് സ്കൂളാണ് 2007 എന്തായിട്ട് മാറിയത്? കൈറ്റ് എന്ന് പറയുന്ന കമ്പനിയായിട്ട് മാറിയത്. സ്കൂളുകളിൽ ഹൈടെക് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആരാണ്? കൈറ്റ്. സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള ഹൈടെക് പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കൈറ്റിന്റെ നേതൃത്വത്തിലാണ്. അധ്യാപക പരിശീലനം, ICT പുസ്തകം, ICT പരീക്ഷ എന്നിവ കൈറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതായത് നമ്മുടെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം, അതായത് ഓൺലൈൻ രീതിയിലുള്ള എക്സാമുകൾ, അതിന്റെ പുസ്തകം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വ്യവസ്ഥകളും ആരുടെ കീഴിലാണ്? കൈറ്റിന്റെ കീഴിലാണ്. അപ്പൊ അധ്യാപക പരിശീലനം, ICT പുസ്തകം, ICT പരീക്ഷ എന്നിവയെല്ലാം ആരുടെ ചുമതലയാണ്? കൈറ്റിന്റെ ചുമതലയാണ്. മറ്റൊരു സംവിധാനമാണ് കൂൾ, KOOL. എന്താണ്? KOOL, കൂൾ. കൂളിന്റെ ഫുൾ ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. കൈറ്റിന്റെ ഭാഗമായിട്ട് വന്ന മറ്റൊരു സംവിധാനമാണ് കൂൾ, കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. എന്താണ് കൂൾ എന്ന് ചോദിച്ചാൽ ഓൺലൈൻ അധ്യാപക പരിശീലന പദ്ധതിയാണ് കൂൾ. ഓൺലൈൻ രീതിയിൽ അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൂൾ എന്ന് പറയുന്നത്. നടപ്പിലാക്കുന്നത് ആര് തന്നെയാണ്? കൈറ്റ് തന്നെയാണ്. കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്. എന്താണ് സംവിധാനം? ഓൺലൈൻ അധ്യാപക പരിശീലന പദ്ധതിയാണ് കൂൾ. ഇനി 2018 ഡിസംബർ 1 ശേഷം കയറിയ അധ്യാപകർ പ്രൊബേഷന് മുമ്പ് തന്നെ ഈ കൂൾ പദ്ധതി പൂർത്തീകരിക്കണം. അതായത് ഓൺലൈൻ ട്രെയിനിങ് അവരെന്ത് ചെയ്യണം? 2018 ഡിസംബർ 1 ശേഷം കയറിയ അധ്യാപകർ ഏത് പദ്ധതി പൂർത്തീകരിച്ചിരിക്കണം? കൂളിന്റെ ഭാഗമായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുള്ളൂ? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ ആണോ? ഇന്ന് നമ്മൾ ഇ ഗവേണൻസ് പദ്ധതികളെ പറ്റിയാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ക്ലാസ് ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർ ഭാഗങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം.